പ്രാർത്ഥന ആര് തന്നതാ? ദൈവം തന്നതാ. പിന്നെ എനിക്കെന്താ ഫെയ്ത്തിന് എന്താ പ്രശ്നം? ദെൻ ഇൻ ടോട്ടൽ ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ, ശരിക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറ്റും. അന്നേരം പിന്നെ മല നീങ്ങി പോകാൻ പറഞ്ഞാലും നമുക്ക് എന്താ ഉണ്ടാകത്തില്ല? വിശ്വാസക്കുറവൊന്നും ഉണ്ടാകത്തില്ല. കാര്യം പ്രാർത്ഥന ആരിൽ നിന്നാ പ്രാപിച്ചത്? ദൈവത്തിൽ നിന്നാ പ്രാപിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥന പ്രാപിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. We are privileged to know the heart of God, and even the request, even the prayer is given by God. Then you can pray without ceasing. Then you can pray in faith. Then you have no trouble in knowing God's will, because that is God's will. ദൈവത്തിന്റെ ഇഷ്ടം അതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉള്ള പ്രാർത്ഥന നമ്മൾ പ്രാപിച്ചിട്ട് നമ്മൾ തിരിച്ചത് ദൈവത്തോട് പറയുമ്പോൾ അതൊരു കോഓപ്പറേഷനാണ്, അതൊരു പാർട്ണർഷിപ്പാണ്. അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണോന്ന് തന്നെ നമുക്ക് പലപ്പോഴും സംശയമുണ്ട്. ഈ സ്പിരിച്വൽ തലത്തിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ഈ പ്രാർത്ഥനയിലും ആത്മാവിന്റെ പാർട്ണർഷിപ്പ് ആവശ്യമാണ്. ആത്മാവിന്റെ പാർട്ണർഷിപ്പ് ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. നമ്മളുടെ ടേക്ക് ദ കേസ് ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷ തന്നെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ അങ്ങ് രക്ഷിക്കപ്പെട്ടേക്കാമെന്ന് വെച്ച് രക്ഷിക്കപ്പെട്ടൊന്നുമല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിച്ചു ഇതാ നല്ല ജീവിതമെന്ന് ചിന്തിച്ചു, എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ സാൽവേഷൻ തന്നെ ആരുമായിട്ടുള്ള പാർട്ണർഷിപ്പിനാണ്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ണർഷിപ്പിനാണ്. നമ്മുടെ ബാപ്റ്റിസം പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ണർഷിപ്പിലാണ്. ഈവൻ സ്പിരിറ്റ് ഇൻഫില്ലിംഗ്, അത് നമ്മൾ നിശ്ചയിച്ചാൽ പറ്റുന്ന കാര്യമല്ലല്ലോ, ആണോ? ആത്മാവിനാൽ ഞാൻ നിറയപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നിറഞ്ഞില്ലെങ്കിൽ പിന്നെ നിറയപ്പെടാൻ പറ്റൂ? അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ ആരുടെ പാർട്ണർഷിപ്പിലാണ് നമ്മൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, എന്താണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആത്മാവിന്റെ പാർട്ണർഷിപ്പ് ഇല്ലാതെ നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? ദൈവവചനം പഠിക്കണമെങ്കിൽ നമുക്ക് ആരുടെ പാർട്ണർഷിപ്പ് ഉണ്ടല്ലേ പറ്റുള്ളൂ? ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടല്ലേ പറ്റുള്ളൂ. രക്ഷിക്കപ്പെടണമെങ്കിൽ ആത്മാവിന്റെ പാർട്ണർഷിപ്പ് വേണം. സ്നാനമേൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് വേണം. ദൈവവചനം പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് വേണം. സുവിശേഷം അറിയിക്കണമെങ്കിലോ പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് വേണം. പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രം പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് ഇല്ലാതെ എങ്ങനെ പറ്റുന്നത്? ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഇസഡ് പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പിലാണ് നടക്കുന്നതെങ്കിൽ ഹൗ ക്യാൻ യു പ്രേ without the partnership of the Holy Spirit? It is impossible. So when we start praying, if you really want to pray, ശരിക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പിന് വേണ്ടിയാണ്. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പാർട്ണർഷിപ്പ് ഇല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലെന്നുള്ള ഞാൻ മനസ്സിലാകും, ഇല്ലേ? അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. 1000 വട്ടം നമുക്ക് നമ്മുടെ ഇഷ്ടം ദൈവസന്നിധി പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്മാവിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്. അത് പ്രാർത്ഥിച്ചാലേ പ്രയോജനമുള്ളൂ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രയോജനം ഉണ്ടാകുന്നില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് ടു നോ ദ വിൽ ഓഫ് ഗാഡ് ആൻഡ് പ്രേയിങ് ഇൻ സ്പിരിറ്റ്. ഓൺലി വെൻ യു പ്രേ ഇൻ ദ സ്പിരിറ്റ് യു ക്യാൻ കം ഔട്ട് ഓഫ് ദ പ്രോബ്ലം ഓഫ് നോയിങ് ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് അറിയാനുള്ള നിങ്ങളുടെ വലിയൊരു സമസ്യ കിടക്കുന്നത് തന്നെ when you start praying in the Holy Spirit. And we need the partnership of the Holy Spirit in every aspect of our faith life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ആ പാർട്ണർഷിപ്പ് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. And God really appreciated. We cannot do God's part and God will not do our part. പ്രയറിൽ ഉൾപ്പെടെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏത് മണ്ഡലത്തിലും ദൈവം ഒരു പാർട്ണർഷിപ്പാണ് ചെയ്യുന്നത്. ആ പാർട്ണർഷിപ്പിനകത്ത് ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി കനോട്ട് ഡു ഗോഡ്സ് പാർട്ട്. നമുക്ക് ദൈവത്തിന്റെ ഭാഗം ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഗോഡ് വിൽ നോട്ട് ഡു അവർ പാർട്ട്. ദൈവം നമ്മുടെ ഭാഗം ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ റിയൽ പാർട്ണർഷിപ്പ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ ഹിതം, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഹിതം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്ത. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവഹിതം ഉണ്ടാകുന്നതെന്നാണ്. അല്ലെങ്കിൽ ദൈവം അത് ഹിതപ്പെടാനായിട്ട്, ദൈവം ഇഷ്ടപ്പെടാനായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? കർത്താവേ, നീ ഇങ്ങനെ ഇച്ഛിക്കണമേ, കർത്താവേ, നീ ഇങ്ങനെ ചെയ്യണമേ, നീ ഇത് ഇഷ്ടപ്പെടണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വൺ തിങ് യു ഷുഡ് നോ, വി ആർ നോട്ട് ഇനിഷ്യേറ്റിംഗ് ദ വിൽ ഓഫ് ഗോഡ്, വി ആർ ജസ്റ്റ് ഡിസ്കവറിംഗ് ഗോഡ്സ് വിൽ. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ ഉണ്ടാക്കി കൊടുക്കുകയല്ല. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാം എന്ന് ചിന്തിക്കുകയല്ല. അങ്ങനെയാണ് നമ്മളെല്ലാം പലപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നില്ല ബ്രദറെ, അതുകൊണ്ട് ഞാൻ എന്തോ പ്രാർത്ഥിച്ചാലും ദൈവഹിതമാണെങ്കിലും അല്ലെങ്കിലും അവൻ പിന്നെ അത് എനിക്ക് ചെയ്തു തരും എന്ന് ചിന്തിക്കരുത്. അതിനല്ല പ്രാർത്ഥന. ദൈവത്തിന്റെ ഇഷ്ടം മാറ്റാനല്ല നമ്മുടെ പ്രാർത്ഥന.
ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ദൈവത്തിന്റെ ഇഷ്ടം മാറ്റാനല്ല നമ്മുടെ പ്രാർത്ഥന, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഹെവനുമായിട്ട്, സ്വർഗവുമായിട്ട് എന്താകുകയാണ്? ഹാർമോണിയസ് ആവുകയാണ്. അതിനകത്ത് കടുംപിടുത്തങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. കടുംപിടുത്തങ്ങൾ ഉണ്ടായിട്ട് പ്രയോജനമില്ല. കടുംപിടുത്തങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ലാതാനും. ഇഫ് യു ഡു നോട്ട് പ്രേ ഇൻ ദ സ്പിരിറ്റ്, യു ഫെയിൽ ടു നോ ദ വിൽ ഓഫ് ഗാഡ് ആൻഡ് യു പ്രേ ഇൻ യുവർ ഇന്റലിജൻസ്. ഇത് എപ്പോഴും സംഭവിക്കുന്നത്. ആത്മാവിലല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിലല്ലെങ്കിൽ ജഡത്തിലാണെന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് സിൻസിയർ ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാത്തവരുടെ കാര്യമല്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലല്ലെങ്കിൽ എവിടായി പോകും? ബുദ്ധിയിലായി പോകും. അങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായി ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് എനിക്ക് നല്ലത് എന്ന് ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണം. അത് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കും. പ്രിസംഷൻ, ഞാനിങ്ങനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിസംഷൻ ഈസ് ഡിമാൻഡിങ് ഗോഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു അവർ വിൽ ബിഫോർ വി റിസീവ് എ റിക്വസ്റ്റ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നൊരു പ്രാർത്ഥന കിട്ടുന്നതിന് മുമ്പ് എൻ്റെ ബുദ്ധിയിൽ ഞാൻ നല്ലതെന്ന് ചിന്തിക്കുന്നത് ചെയ്യാൻ ദൈവത്തിൻ്റെ പുറകെ നടന്ന് പ്രാർത്ഥിക്കുന്നതാണ് വാസ്തവത്തിൽ എന്താണ്? കടുംപിടുത്തം എന്ന് പറയുന്നത്. ശരിക്കുമുള്ള കടുംപിടുത്തം. അപ്പം നമ്മുടെ ചിന്തയിലുള്ളതും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതും വ്യത്യാസമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ബുദ്ധിയിൽ വരുന്നതും ദൈവത്തിന്റെ ഹിതത്തിലുള്ളതും മിക്കപ്പോഴും വ്യത്യസ്തമായിരിക്കും. അത് തിരിച്ചറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. അതിന് ദൈവത്തിൽ നിന്ന് കേൾക്കണം. അപ്പം ഞാൻ ഒരു ബുക്കിനകത്ത് വായിച്ചിരുന്നുണ്ട്, ഒരു സ്ത്രീക്ക് മൈഗ്രെയിൻ അത് മിക്കവാറുമുള്ള എല്ലാ സഹോദരിമാരുടെയും ഒരു വലിയൊരു പ്രശ്നമാണ്. കൊടിഞ്ഞി എന്നെ തലവേദന എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തലവേദന തന്നെ ഒരു തലവേദനയാണ്. സാധാരണ സഹോദരിമാർക്ക് തലവേദന വന്നാൽ സഹോദരന്മാർക്കും കൂടെ തലവേദന പിടിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലവേദന അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ പ്രാർത്ഥിക്കുക. അപ്പം സഹോദരി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ, നമ്മുടെ പ്രാർത്ഥനയല്ലേ, കർത്താവേ രോഗസൗഖ്യം മക്കളുടെ അവകാശമാണല്ലോ. ഇല്ലേ നമ്മുടെ എന്തുവാ അതിനൊക്കെ നമുക്ക് വാക്യമുണ്ട്. എന്താ? സിരഫേനൊക്കെക്കാരെ സ്ത്രീയോട് പറഞ്ഞു, എന്താണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് രോഗസൗഖ്യം മക്കളുടെ അവകാശമാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കൊടിഞ്ഞ് മാറ്റണമേ കർത്താവേ. ഇന്ന് തന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ നീ ഇടപെടണം, നീ സ്പർശിക്കണമേ, തൊടണേ കർത്താവേ. നിന്റെ സ്പർശനം, നിന്റെ വചനമയച്ച് എൻ്റെ തലവേദന നീ മാറ്റണേ കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് എൻ്റെ കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കാത്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, അതേ നിനക്ക് എന്നെ കൊടിഞ്ഞു വരുന്നതെന്നറിയാമോ? ഇല്ല, അറിയത്തില്ല. നീ 43 പേരോട് ക്ഷമിക്കാനുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? 43 പേരോട് എന്ത് ചെയ്യാനുണ്ട്? ക്ഷമിക്കാനുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിർത്തിയിട്ട് കർത്താവേ എൻ്റെ ഹൃദയത്തിലെ ക്ഷമയില്ലായ്മയെ മാറ്റണമേ, തലവേദനയെ മാറ്റണമെന്ന് മാറ്റിയിട്ട് അവിടെ എന്താ പറയണം? എൻ്റെ ക്ഷമയില്ലായ്മയെ മാറ്റണമേ, എൻ്റെ കയ്പിനെ മാറ്റണമേ, എൻ്റെ വിദ്വേഷത്തെ മാറ്റണമേ, കർത്താവേ മറ്റുള്ളവരോടുള്ള എൻ്റെ കരുതലില്ലായ്മയെ മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? പ്രാർത്ഥന കേൾക്കും. കാര്യം ആ റിക്വസ്റ്റ് ആര് കൊടുക്കുന്നതാ? പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ബുദ്ധിയിൽ എനിക്ക് ആവശ്യമുള്ളത് തലവേദന മാറുകയാണ്, ശരീരത്തിൽ എനിക്ക് ആവശ്യമുള്ളത് തലവേദന മാറുകയാണ്. പക്ഷേ ആത്മാവിൽ എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ഹൃദയത്തിലെ കയ്പ് മാറുകയാണ്, എൻ്റെ ഹൃദയത്തിലെ അസംതൃപ്തി മാറുകയാണ്, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഭക്തിയില്ലായ്മ മാറുകയാണ്, എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹക്കുറവ് മാറുകയാണ്, എൻ്റെ ഹൃദയത്തിൽ പക മാറുകയാണ്, വിദ്വേഷം മാറുകയാണ്. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത. നമ്മളെപ്പോഴും ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം നമ്മൾ പറയുന്നത് കർത്താവേ, ഇപ്പം ഞാനിപ്പോൾ എനിക്ക് തലവേദനയാണെന്ന് വെച്ചാൽ ഞാൻ ചിലവും പറയുന്നത് കർത്താവേ ഇന്ന് വൈകുന്നേരം യാത്ര ചെയ്യേണ്ടതാണല്ലോ കർത്താവേ, അതുകൊണ്ട് കർത്താവേ എൻ്റെ തലവേദന മാറ്റണമെന്നായിരിക്കും. കാര്യം ഇന്ന് രാത്രി യാത്ര ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ തലവേദന മാറ്റണേ. കാര്യം എൻ്റെ ബുദ്ധിയിൽ എനിക്ക് തലവേദന മാറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ബുദ്ധിയിലെ പ്രാർത്ഥനയാണ്. ആത്മാവിൽ പ്രവേശിക്കുമ്പോഴാണ് എൻ്റെ തലവേദനയുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ യാത്രയുടെ തടസ്സങ്ങളുടെ കാര്യം എന്താണ്, എന്തും ആയിക്കോട്ടെ. അപ്പൊ ആത്മാവിൽ കയറുമ്പോഴാണ് അതിനകത്തെ വ്യത്യാസം മാറുന്നത്. തലവേദന മാറ്റാനല്ല, നമ്മുടെ ഹൃദയത്തിലെ കയ്പ് മാറ്റാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മളെ മാറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന നമ്മളെ മാറ്റുമ്പോൾ നമ്മുടെ മൈഗ്രെയിനും മാറും. അപ്പൊ നമ്മൾ മാറാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ദൈവം എന്ത് ചെയ്തോളും? നമ്മൾ മാറാൻ വെറുതെ പ്രാർത്ഥിക്കണം. നമ്മൾ മാറുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? നമ്മുടെ പ്രാർത്ഥന നമ്മളെ മാറ്റുന്നു. ഫൈനലി എന്ത് സംഭവിക്കുന്നു? ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. എങ്ങനെ? നമുക്കൊരു മാറ്റം തന്നുകൊണ്ട്. കാര്യം ദൈവത്തിന് തലവേദന മാറ്റാൻ ഈസിയാണ്, പക്ഷെ നമ്മളെ മാറ്റാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കർത്താവ് എന്താ? പ്രയാസമുള്ള കാര്യമാണ് കർത്താവ് ആദ്യം ചെയ്യുന്നത്. കർത്താവ് പക്ഷപാതക്കാരനായ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു? അങ്ങനെ പാപത്തെ ക്ഷമിക്കാൻ ഇവനെന്നെ ദൈവമാണോ? ഇവനെങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? ഇവൻ ദൈവദൂഷണമല്ലേ പറയുന്നത്? എന്നാൽ കർത്താവ് ചോദിച്ചു, ഏതാ വലിയ പ്രയാസമുള്ള കാര്യം? നിന്റെ പാപത്തെ മോഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, അതോ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? ഏതാണ് പ്രയാസമുള്ള കാര്യം? നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയും? എടാ, പക്ഷപാത രോഗിയായിട്ട് കിടക്കുന്നവൻ അവന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം അല്ലേ? കാര്യം അത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. വെറുതെ ഇങ്ങനെ പക്ഷപാത രോഗിയായിട്ട് കിടക്കുന്നവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതാണല്ലോ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പ്രയാസമേറിയ കാര്യം എന്താണ്? പാപങ്ങളെ മോചിക്കുക എന്ന് പറയുന്നതാണ്. എന്നിട്ട് മനുഷ്യപുത്രന് അതിനുള്ള അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി അവൻ പറഞ്ഞു, എന്നാ നീ കിടക്കെടുത്ത് നടക്കുക. കാര്യം തലവേദന മാറുക എന്ന് പറയുന്നത്, മൈഗ്രെയിൻ മാറുക എന്ന് പറയുന്നത്, ക്യാൻസർ മാറുക എന്നൊക്കെ പറയുന്ന ഒന്നും ദൈവത്തിന് വലിയ വിഷയമൊന്നുള്ള കാര്യമൊന്നുമല്ല. പ്രയാസമുള്ള കാര്യം എന്താണ്? പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാവുകയാണ്. അത് ചെയ്യാനാണ് ദൈവത്തെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ആൻഡ് വെൻ യു ഫോർഗിവ് യു റിലീസ്. ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, വെൻ യു ഫോർഗിവ് യു റിലീസ് വൺ പേഴ്സൺ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ എന്താണ് റിലീസ് ചെയ്യുകയാണ്. ആരെയാ? നിങ്ങളെ തന്നെ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ റിലീസ് ചെയ്യുകയാണ്. ആരെയാ റിലീസ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെ, മറ്റൊരാളെ അല്ല. അവന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ഒരാളെ റിലീസ് ചെയ്യുകയാണ്. ആരെയാ റിലീസ് ചെയ്യുന്നത്? നമ്മളെ തന്നെ. കാര്യം നമ്മൾ അൺഫോർഗിവിങ് സ്പിരിറ്റ് ഉള്ളവൻ തടവുകാരനാണ്. അൺഫോർഗിവിങ് സ്പിരിറ്റ് ഉള്ളവൻ, ക്ഷമയില്ലായ്മയുടെ ആത്മാവ് വ്യാപരിക്കുന്ന വ്യക്തി, ശരിക്കും അവൻ തന്നെ എന്താണ്? ബന്ധിതനാണ്. അതുകൊണ്ട് നമുക്കൊരു റിലീസിംഗ് ആണ് വാസ്തവത്തിൽ എവിടെയായിരിക്കുന്നത്? പ്രാർത്ഥനയിൽ ആവശ്യമായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ആ ലോകത്തിലേക്ക് കടന്ന് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം.